നമുക്ക് ഇവിടെ കടന്നു വരുവാൻ, ഇവിടെയുള്ള ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അപ്പോൾ തന്നെ നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പ്രസ്താവിക്കുവാനൊക്കെ ഒരവസരം ഈ ദേശത്ത് കർത്താവ് ഒരുക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 സ്ഥലങ്ങളിലായി കർത്താവിനെ ഉയർത്തുവാൻ അഭിഷിക്തന്മാർ കർത്താവിൻ്റെ വചനത്തിലൂടെ വ്യക്തമായ ആലോചനകൾ അറിയിക്കുവാൻ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളെയൊക്കെ രക്ഷിച്ച യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, അവരുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായി തീർന്നു. സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജനത്തിനു വേണ്ടി ഞങ്ങളെ വിടിവിച്ച, ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ദൈവകൃപയും ആത്മാവിൻ്റെ ബലവും തന്ന യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് ഒരവസരം ഒരുക്കി. ഈ ദേശവാസികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നത് പ്രിയ കർത്താവിൻ്റെ ദാസും ജോൺസും ഭാഷ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങളെ ഉച്ചയോടടുത്ത സമയത്ത് ഈ ദേശത്ത് വരാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ദേശത്ത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയാൻ, യേശു കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഈ ഭവനങ്ങൾ അനേകർ കർത്താവെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ദുഃഖത്തിൽ കഴിയുന്നല്ലോ. അവർക്കൊക്കെ ആശ്വാസമായി തീരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലരൂടെ യേശുവിനെ അറിയാൻ, യേശുവിൻ്റെ ഹൃദയം കൊടുപ്പാൻ കർത്താവ് അവർക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയാട്ട് ദൈവവചനം സംസാരിപ്പാൻ ഞങ്ങളുടെ അഭിഷിക്തന്മാരെ ഉപയോഗിക്കണമേ. ഈ ദേശത്ത് ഞങ്ങൾ വന്നത് ഈ ദേശത്തിന് ഭവനങ്ങൾക്കൊക്കെ അനുഗ്രഹമാക്കി തീർത്താട്ട് തീർത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. തുടർന്ന് അങ്ങയുടെ വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ മേൽ പകരും. പ്രാർത്ഥനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാ മാനും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരിക്കൽ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അല്പനിമിഷം തിരുവചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ അഭിഷിക്തൻ ചവറ അസംബ്ലീസ് ഓഫ് ഗോഡ് സൃഷ്ടിക്കുന്ന ഗീവർഗീസ് പാസ്റ്റർ ഇപ്പം മുമ്പോട്ട് കടന്നു വന്ന് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കും. വിവിധ ഇടങ്ങളിലായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടേതായ സ്നേഹവന്ദനം. എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ നമുക്കൊരു ചിന്ത വരും. ചില സഹോദരന്മാർ അവിടെ നിന്ന് ചോദിപ്പാനിടയായി തീർന്നു. ഇവിടെ മുഴുവനും ക്രിസ്ത്യാനികളാണ്, പിന്നെ ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം ഒരു പ്രോഗ്രാം നടത്തുന്നതെന്ന്. അതിന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഈ ഉച്ച സമയത്ത് ഞങ്ങളെ കടന്നു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പാർക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് അപ്രകാരം പറയാൻ കഴിവുണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വന്നാൽ അതിന് അവസരമുണ്ട്. യേശു ക്രിസ്തു എന്തിന് ജനിച്ചു എന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിവുണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത് എന്ന് നിങ്ങൾ പൂർണ്ണമായി ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിക്കുന്നതിന് മുമ്പായിട്ട് പലരും ചോദിക്കാറുണ്ട്, അവസാനമായി പറഞ്ഞ വാക്കെന്താണെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളും ഒരുപക്ഷെ നമ്മുടെ മാതാവോ പിതാവോ പ്രിയപ്പെട്ടവരോ അവസാനമായി പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുകയും അത് അനുവർത്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അഖിലാണ്ടങ്ങളുടെ ഉടയവനായിരിക്കുന്ന സർവശക്തനായ ദൈവം, ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് മനുഷ്യാവതാരം കൊണ്ട് താൻ ഈ ലോകത്തിൽ കടന്നു വന്ന് താൻ ദൈവവും മനുഷ്യനുമായി തീർന്നു. താൻ കടന്നു വന്നതിന്റെ ഉദ്ദേശം നിറവേറ്റിയതിനു ശേഷമായിട്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്റെ അരിമ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളെയും സുവിശേഷം പറഞ്ഞ് പഠിപ്പിച്ച് എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടയവൻ എന്ന് പറഞ്ഞാൽ അഖിലാണ്ടങ്ങളുടെ ഉടയവനായിരിക്കുന്ന സർവത്തിന്റെയും ഉടയവനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് എന്ത്?
ഈ സുവിശേഷം ക്രിസ്ത്യാനി എന്നില്ല, ഹിന്ദു എന്നില്ല, ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജന്മമായിരിക്കുന്ന ക്രിസ്തുമസിനാണ് ഏറ്റവും കൂടുതൽ മദ്യം കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കോഴി, ആടുമാട് കൊല്ലപ്പെടുന്നത് ഈ ക്രിസ്മസിന്റെ ദിവസത്തിലാണ്. എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് യേശുക്രിസ്തുവിന്റെ പേരിൽ സല്ലപിക്കാൻ വേണ്ടിയാണോ സർവശക്തനായ ദൈവം മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്? യേശുക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് ഈസ്റ്റർ, അത് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഈസ്റ്റർ. യേശുക്രിസ്തു മരിച്ചത് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർക്ക് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് ഉല്ലസിക്കുവാനാണോ പ്രിയപ്പെട്ടവരെ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, കർത്താവിന്റെ യേശുക്രിസ്തുവിന്റേതായ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയും ആ സത്യസന്ദേശം മറ്റുള്ളവരോട് അറിയിച്ച് ക്രിസ്തു ഒരുക്കുന്നതായ നിത്യരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത എന്താണ് എന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിനും ആകാശത്തിനും ഭൂമിക്കും മധ്യേ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും മധ്യേ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. ലോകത്തിലുള്ളതായ അല്ലെങ്കിൽ പുണ്യവാന്മാരോ പുണ്യവതികളോ ഒക്കെ നമ്മളെ പോലെ ഈ ലോകത്തിൽ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ അവരൊന്നും അവർ ചെയ്തതായ അനുഭവത്തിൽ ഒന്നുകിൽ പാതാളത്തിൽ അല്ലെ നിത്യതയിൽ വസിക്കുന്നു. ഇവർക്കാർക്കും ഒരു മനുഷ്യനെ രക്ഷിപ്പാനോ ശിക്ഷിപ്പാനോ പ്രാർത്ഥിപ്പാനോ പ്രാർത്ഥനയിൽ സഹായിപ്പാനോ കഴിയുകയില്ലെന്ന് എത്ര ക്രിസ്ത്യാനിക്ക് അറിയാം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ മനസ്സിലാക്കുക, യേശുക്രിസ്തു ഇപ്രകാരം ഓർമ്മിപ്പിക്കുവാനിടയായി തീർന്നു, ഭൂലോകത്തിലൊക്കെയും പോയി സത്യസുവിശേഷം അറിയിക്കാൻ. എന്താണ് സത്യസുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എങ്ങനെ സുവിശേഷം ആയി മാറുവാനിടയായി തീരും? ഞാൻ എല്ലാം ഓർമ്മിപ്പിക്കാൻ എനിക്ക് സമയമില്ല, എങ്കിലും ഓർമ്മിപ്പിക്കട്ടെ. മുഴുവൻ മനുഷ്യനും പാപത്തിലാണ്. പാപികളെ രക്ഷിപ്പാൻ തക്കവണ്ണം കർമ്മങ്ങളും യാഗങ്ങളും ആ കൂദാശകളും നേർച്ചകാഴ്ചകളൊക്കെ ദൈവം കൽപ്പിച്ചുവെങ്കിലും ഇതുകൊണ്ടൊന്നും മനുഷ്യജാതിയുടേതായ പാപത്തിന് പൂർണ്ണമായി പരിഹാരം വരുത്തുവാൻ സാധ്യമല്ല എന്ന് ദൈവം കണ്ടിട്ട് ദൈവത്തിന്റെ ഏകജാതനായ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചതാണ് പ്രിയപ്പെട്ടവരെ. അത് എനിക്കും നിങ്ങൾക്കും കൂത്താടുവാനോ മദ്യപിക്കുവാനോ അല്ല, സത്യദൈവത്തിൻ്റെതായ നിത്യജീവനെ മനസ്സിലാക്കി ആ യേശുക്രിസ്തുവിന്റെ കൽപ്പനയനുസരിച്ച് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാനാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഒരു ക്രിസ്ത്യാനിയുടെ പേരിട്ടുകൊണ്ടോ ക്രിസ്ത്യാനിയുടേതായ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചതുകൊണ്ടോ നീ ഒരിക്കലും ക്രിസ്ത്യാനിയാകത്തില്ല. യേശു ഇപ്രകാരം പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ കൽപ്പന അനുസരിക്കുന്നവനത്രേ നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായി തീർന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെ കൽപ്പന മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് പറയുന്നത്, നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, ഇല്ല എങ്കിൽ ശിക്ഷാവധിയിൽ അകപ്പെടും. എന്താണ് ശിക്ഷാവധി? രക്ഷയിൽ നിന്നുള്ളതായ വിടുതൽ ആണ്, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. ഇതുപോലും നമുക്ക് പലപ്പോഴും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ചിന്തിപ്പാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുവാനിടയായി തീർന്നത്, മറ്റൊരുവൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല മനുഷ്യരെയും സുവിശേഷം പറഞ്ഞു പഠിപ്പിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി യേശുക്രിസ്തുവിന്റേതായ ശിഷ്യന്മാരാക്കിക്കൊള്ളുക പറയുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ എത്ര യേശുവിന്റെ ശിഷ്യന്മാരാണ് മദ്യപിച്ചിട്ടുള്ളത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വചനത്തിന്റെ ABCD പോലും അറിയാതെ നമ്മൾ ജീവിച്ച് ഈ ലോകം വിട്ട് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സ്നേഹവാനായ ദൈവം, സത്യവാനായ ദൈവം നമുക്കൊരു അവസരം തരുവാനിടയായി തീരും. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് ഒരുക്കിയിരിക്കുമ്പോൾ
യേശു ക്രിസ്തുവിന്റെ വെള്ള സിംഹാസനത്തിന് മുൻപിൽ സകല ജാതി മതസ്ഥരും നിൽക്കേണ്ടി വരും. അപ്പോൾ യേശുവിനോട് യേശു ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറയുമ്പോൾ, യേശുവേ, എന്നോടാരും ഇത് പറഞ്ഞിട്ടില്ല, ഞാനിത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അനുസരിച്ചാലും അനുസരിച്ചില്ല എങ്കിലും യേശു ക്രിസ്തുവിന്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ സത്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്താണ് രക്ഷ? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സ്വന്തം ദൈവമായി അംഗീകരിച്ച് യേശു ക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ് ആ ദൈവമക്കളായി ജീവിക്കുന്നതാണ് യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത്. ഇതറിഞ്ഞില്ല എങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് നമുക്കൊരു രക്ഷയും ഉണ്ടാകത്തില്ല. നിത്യമായ നാശത്തിലും പാപത്തിലേക്കും പോകുവാനിടയായി തീർന്നത്. യേശു ക്രിസ്തു യോർദാനാറ്റിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽപ്പാനിടയായി തീർന്നപ്പോൾ യേശു ക്രിസ്തുവിൻ കടന്നു ചെല്ലുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു, നിന്നാൽ സ്നാനം എനിക്ക് ആവശ്യമായിരിക്കും, നീ എന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ആവശ്യമെന്ന്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഒരു മാതൃക കാണിച്ചു പോയി ദൈവത്തിന്റെ നീതി നിവർത്തീകരിക്കാൻ ഇടയായി തീർന്നെങ്കിൽ സ്വയനീതിയോടുകൂടെ ജീവിക്കുന്നതായ ക്രിസ്ത്യാനികളോട് ഞാൻ അസന്നിഗ്ധമായി ചോദിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ രക്ഷ അല്ലെങ്കിൽ മാനസാന്തരത്തിന് അനുഭവം പ്രാപിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നാനമേറ്റിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ആ സ്നാനമേറ്റെന്ന് പറയും, വെള്ളമേതാ, തീയേതാ, പിശാചേതാ, ദൈവമേതാന്ന് അറിയാൻ വയ്യാത്ത 56 അല്ലെങ്കിൽ ഒരാഴ്ചയായ കൊച്ചിനെ കൊണ്ടുപോയി മാമോദീസ മുക്കിയിട്ട് അത് മുക്കുകയല്ല. നിങ്ങളുടെ അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം മുങ്ങുക അല്ലെങ്കിൽ മുക്കുക എന്ന്, വെള്ളം കോരിയിരിക്കുന്നതിനല്ല. അങ്ങനെ അതുള്ള ഒരു സ്നാനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് പ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് എത്ര ക്രിസ്ത്യാനി വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പാപം ഉപേക്ഷിച്ച് മദ്യപാനം ഉപേക്ഷിച്ച് യേശുവെ എന്നെയും കൂടെ രക്ഷിക്കണമേ എന്ന് പറയുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഓർമ്മിക്കപ്പെടട്ടെ, കർത്താവ് തന്റെ വരവിനും കാലാവസാനത്തിനും ആ തന്റെ അവസാന നിമിഷത്തിൽ ശിഷ്യന്മാർ ചോദിച്ചു വീണ്ടും വരുമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ കർത്താവ് ഒരു ഫിക്സഡ് ഡേറ്റ് പറഞ്ഞില്ല, ചില കാലലക്ഷണങ്ങൾ പറയുവാനിടയായി തീർന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, മനുഷ്യൻ സ്വസ്നേഹികളായി മാറും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വമ്പ് പറയുന്നവരുമായി തീരും. അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല യുദ്ധം, സകല രാജ്യങ്ങളുടെ ഒരു യുദ്ധത്തിന്റെ നിഴലിലാണ് സകല മത രാഷ്ട്രീയ നേതാക്കന്മാർ ഭയഭീതരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നത് ഇന്നത്തെ യുവതലമുറ അപ്പനെ അനുസരിക്കത്തില്ല, അമ്മയെ അനുസരിക്കത്തില്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി, ഒരു സിഗരറ്റിന് വേണ്ടി, ഒരു ഗ്ലാസ് മദ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വസ്നേഹികളായി അപ്പനമ്മമാരെ അനുസരിക്കാത്തത് ഇന്ന് കേരളത്തിലാണ് അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും അമ്മത്തൊട്ടിലുകളും ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുവാനിടയായി തീർന്നത്. പ്രായമായ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട്, അതുപോലെ സത്രത്തിൽ ഉപേക്ഷിച്ചിട്ട്, അതുപോലെ പ്രസവിച്ചു വീണ കുഞ്ഞുങ്ങളെ അമ്മത്തൊട്ടികളിലോ ഓടയിലോ കളഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്ന പോകുന്ന ഒരു ആ സഹോദരിമാരെ, യൗവനക്കാരെ സഹോദരിമാരെയാണ് കാണുവാനിടയായി തീർന്നത്. നമുക്കറിയാമല്ലോ, 3-4 മക്കളുള്ളതായ സഹോദരിമാർ പോലും ആ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് കാമുകന്റെ പിന്നാലെ ഓടിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് വിധത്തിലായാലും മനുഷ്യൻ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കല്ലേ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഔടവിടങ്ങളായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നുകിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, അല്ല എങ്കിൽ നിന്റെ ഈ ലോകത്തിൽ മരണം വഴിയായി ഈ ലോകത്തിൽ മാറ്റപ്പെട്ടാൽ നീ ചിന്തിച്ചിട്ടുണ്ടോ മരണാനന്തരം ഞാൻ എവിടെയായിരിക്കുമെന്ന്? ഇല്ല, ചിന്തിക്കാനുള്ളൊരു അവസരമാണ് ദൈവമുഖാന്തരം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. 2 സ്ഥലം മാത്രമേ നമുക്ക് മരണാനന്തരം പോകുവാനായിട്ടുള്ളൂ. മരണാനന്തരം ഒരു ജീവിതം പോലും ഉണ്ടോ എന്ന് പോലും നമ്മുടെ മതം പഠിപ്പിക്കുന്നില്ല. നമ്മൾ പാരമ്പര്യത്തിന് അധിഷ്ഠിതമായി മുൻപോട്ട് കടന്നു പോകുന്നേ ഉള്ളൂ. ഒന്നുകിൽ നിത്യനരകം അല്ലെങ്കിൽ നിത്യമായ സ്വർഗം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരിക്കലും ഒരു ആ യൗവനക്കാരൻ ഞങ്ങളോട് ചോദിച്ചു, പാസ്റ്റർ, നിങ്ങൾ ഈ സ്വർഗത്തിൽ പോകുന്ന കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ, നരകത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്? എന്നാൽ ഞങ്ങൾ പറയുവാനിടയത്, നീ ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതി, നേരെ നിത്യ നരകത്തിൽ പോകുവാനിടയായി തീരുമെന്ന്. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം?
അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. എങ്ങനെ വിശുദ്ധരായി തീരുവാൻ? നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ കൂദാശകൾ കൊണ്ടോ കുർബാനകൾ കൊണ്ടോ നമ്മൾ ഒരിക്കലും വിശുദ്ധരായി തീരുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് തിരുവചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പാപികളാണ്. നമ്മുടെ അച്ഛന്മാരുടെ പാസ്റ്റർമാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപമോചനം നമുക്ക് ലഭിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അവർ നമ്മളെക്കാൾ പാപികളാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പാപത്തെ രക്ഷിപ്പാൻ ഇടയായി തീർന്നത്? പാപത്തെ രക്ഷിക്കണമെങ്കിൽ ആ സർവശക്തനായ ദൈവമായിരിക്കണം. സർവശക്തനായ ദൈവമാണെങ്കിൽ അവന് ചില ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അവൻ സർവ്വവ്യാപിയായിരിക്കണം, സർവശക്തനായിരിക്കണം. അതുപോലെ തന്നെ സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കണം. അങ്ങനെയുള്ളതായ ഒരു ദൈവം ലോകത്തിൽ വേറെ ഉണ്ടോ എന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഈ മാർഗം വിട്ടു വരാം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മതാപുരോഹിതന്മാർക്കോ മാർപ്പാപ്പയ്ക്കോ ഒരു മനുഷ്യന്റെയും പാപങ്ങളെ രക്ഷിപ്പാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നതായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതാണ് ശ്രീനാരായണ ഗുരു പറയുവാനിടയായിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യന് ആ ഒരു ദൈവമേതാണ്? അതുവനാണ് സർവശ്രീ യേശു ക്രിസ്തു. ഈ ഉലകങ്ങളിലേക്ക് കടന്നു വന്ന് മനുഷ്യനായി അവതരിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു ഭൂമിയുടെ മധ്യഭാഗത്തായ യെരുശലേമിൽ ഇന്നും കടന്നു എന്നാൽ അവിടെ ഒരു ആ കല്ലറ തുറന്നു കിടക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശു മരിച്ചു മൺമറഞ്ഞവനല്ല, ഇന്നും ആ കല്ലറകളിൽ ഉറങ്ങുന്നവനല്ല. പിന്നെ ആകാശത്തെയും ഭൂമിയെയും ഭൂമിയെയും സൃഷ്ടിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശു ക്രിസ്തു നിങ്ങളെയും അടി വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ യേശു ക്രിസ്തുവിന്റെ കൽപ്പന നിങ്ങൾ പ്രമാണിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എങ്ങനെ ജീവോത്സവത്തിൽ പേരെഴുതി കാണുവാൻ ഇടയായി തീരും? ആ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തെറ്റിദ്ധാരണയിൽ പറഞ്ഞതല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനെ അനുഗ്രഹിക്കണം, ക്രിസ്തു പറഞ്ഞതായ കൽപ്പന അനുസരിക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വിശുദ്ധന് മാത്രമേ ആ പരിശുദ്ധമായ സ്ഥലത്ത് നിത്യസ്വർഗത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് പാപത്തോട് പാപം കൂട്ടി മദ്യപിച്ച് മുൻപോട്ട് കടന്നുപോയി നിങ്ങൾ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടാൽ ഇതാ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് തീയും ഗന്ധകവും കത്തുന്ന നിത്യമായ പൊയ്കയത്രേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തു തന്റെ ആ വരവിൻ്റെതായ സമയത്തെ ദീർഘമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സമീപം വന്ന്, നിങ്ങളുടെ വീടിന്റെ സമീപം വന്ന് ഞങ്ങൾ ഈ സത്യസുവിശേഷം പറയുന്നത് എന്തിനു വെച്ചാൽ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹവാനായ ദൈവം, കരുണയുള്ളവനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അതുകൊണ്ട് ഇനി ഒരു അവസരം നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഇവിടെ വാക്കുകളെ ചുരുക്കട്ട്, നിങ്ങൾ ആ വിശുദ്ധ വേദപുസ്തകം, നിങ്ങളുടെ പക്കലുള്ളതായ വിശുദ്ധ വേദപുസ്തകം യഥാർത്ഥമായി വായിക്കുകയും അതിനെക്കുറിച്ചുള്ള പരിശോധിക്കുകയും ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. അതുകൊണ്ട് ആ വചനത്തിൽ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. നിങ്ങളുടെ ഭാവി ജീവിതം ശോഭനമായി തീരുവാനിടയായി തീരും. മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പോയതായ സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നവർ നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളിച്ചെയ്ത ആ കർത്താവിന്റെ ഇമ്പശബ്ദം, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആ ഹൃദയം നീ യേശുവിനെ വേണ്ടി തുറന്നു കൊടുത്താൽ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നിന്റെ ഭവനത്തിൽ സമാധാനമുണ്ടാകും, നിന്റെ ഭവനത്തിൽ സ്വസ്ഥതയുണ്ടാകും. ആ സ്വസ്ഥതയും സമാധാനവും പ്രാപിച്ച് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട്, ഇതുവരെ ഞങ്ങളെ ശാന്തമായി ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരും നന്ദിയോടും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിളിച്ചെടുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം നൽകുവാൻ കർത്താവിന്റെ ഭക്തനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ സത്യസുവിശേഷം അറിയിക്കുവാനുമാണ്. ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അടുത്ത് കോഴിവിളയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ജോൺ പാസ്റ്റർ ഇവിടെ ഉണ്ട്. ആ സഭയിൽ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് കർത്താവിനെ കൂടുതലായി അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാവകാശങ്ങളുണ്ട്.
അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണമെങ്കിൽ അതിനുള്ള സാവകാശമുണ്ട്. ഏത് നിലയിലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസി എലിസബത്ത് ജോൺ മുന്നോട്ട് കടന്നു വന്ന് വിശ്വസനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, എന്റെ കർത്താവിനെ ഉയർത്തുവാൻ ഈ ദേശത്ത് ഹല്ലേലൂയ, ഞങ്ങളെ രക്ഷിച്ച ദൈവത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കർത്താവ് ഇടയാക്കിയതിനാൽ സ്തോത്രം. ഈ കോയിവിള ദേശം അനുഗ്രഹിക്കപ്പെടുന്നതിനാൽ സ്തോത്രം. ഓരോ പ്രദേശങ്ങളിലും ഹല്ലേലൂയ കർത്താവിന്റെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കരുനാപ്പള്ളി സെക്ഷനെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ഈ ഊന്നുവിള ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. ഇവിടെയുള്ള ജനങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അവരുടെ ഉള്ളിലും കർത്താവിന്റെ സ്നേഹം എത്തുവാൻ, അല്ലെങ്കിൽ കർത്താവ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവരെ കർത്താവ് ഇടയാക്കുന്നതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ ദേശത്ത് കാണുവാൻ കർത്താവ് ഇടയാക്കണം. സഹായിക്കണമേ, ബലപ്പെടുത്തുമാറാകണം. ഞങ്ങൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം. ഹല്ലേലൂയ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഹല്ലേലൂയ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. ഹല്ലേലൂയ, കർത്താവിനെ ഉയർത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനാൽ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. യേശുക്രിസ്തു ഭാവികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാതിരാജാവ്, യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ.